പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ആ നവകേരള യാത്രാകാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ ഉണ്ടായ ഒരു ഷൂവറിഞ്ഞ എയറിന്റെ ആഘാതത്തിൽ വണ്ടി മറിച്ചിട്ട് മുഖ്യമന്ത്രിയെ വധിക്കാനുള്ള മാരക നീക്കം എന്നൊക്കെ പറഞ്ഞായിരുന്നു വധശ്രമം ചുമത്തിയുള്ള ഒരു എഫ്ഐആർ. അതിൽ ഗൂഢാലോചന ചുമത്തി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കൽ, പേഴ്സണൽ നമ്പർ, അഡ്രസ് അടക്കം സൈബർ ലിഞ്ചിങ് എറിഞ്ഞുകൊടുത്തൊരു അപക്വമതിയായ നേതാവിന്റെ ബ്രൂട്ടൽ മര്യാദകൾ അധികം നാളായിട്ടില്ല. അന്ന് തിരക്കഥാകൃത്താവാൻ കൊതിച്ച് നടക്കാതെ പോയ, കൂമ്പടഞ്ഞു പോയ ഏതോ ഏമാൻ എഴുതിയ എഫ്ഐആർ ഭാവന കൊണ്ട് കേരളത്തിന് ചിരിച്ച് പള്ളകൂച്ചിയതാണ്. ഷൂ അറിഞ്ഞാൽ എങ്ങനെ വധശ്രമമാകും എന്ന കോടതിയുടെ ഒറ്റ ചോദ്യം പോലീസ് ഓടിയ വഴിയിൽ ഇതുവരെ പുല്ല് മുളച്ചിട്ടില്ലെന്നാണ് കേൾവി. ആ ഗർഭിണിയുടെ മുഖത്തെ കൈവീശി അടിക്കുന്ന ഗൂണ്ടകൾ, TP കേസിലെ പ്രതികളോട് വരെ കൈക്കൂലി വാങ്ങുന്ന സാറന്മാർ മാത്രമല്ല, എഴുത്തുകാരായ ഭാവനാ ലാലസന്മാരുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ആ പാരടിപ്പാട്ടിലെ പോലീസ് എഫ്ഐആർ. മതവിശ്വാസം തകർത്ത്, മതവികാരത്തെ അപമാനിച്ച്, മതവിശ്വാസ സമൂഹത്തെ പരസ്പരം ഇളക്കിവിടാനുള്ള ഉദ്ദേശമെന്നൊക്കെയാണ് അങ്ങ് തട്ടിമൊളിക്കൽ. ഏതോ കമ്മ്യൂണൽ റയറ്റ് കോൺസ്പിറസിയിൽ 120B എഫ്ഐആർ അല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആളുകൾ പാടി നടന്ന കാക്കത്തൊള്ളായിരം പാരടിപ്പാട്ടിൽ ഒരു പാട്ടിന്റെ മഹാപരാധം പറയലാണ്. ആ സുഭാഷ് കപൂർ മോഡൽ അന്താരാഷ്ട്ര വിഗ്രഹ കടത്തുന്ന കോടതി പോലും സംശയിക്കും നാടിതുവരെ കാണാത്ത ഒരു ക്ഷേത്രക്കുള്ള പാടിപ്പറയുന്ന പാരടി കേട്ട് ഒരു വിശ്വാസിയുടെ വികാരം അങ്ങ് വ്രണപ്പെട്ട് പൊട്ടിയിട്ടില്ല സാറേ. പൊട്ടിയത് വിശ്വാസമില്ലാത്തൊരു കാട്ടുകള്ള കൂട്ടത്തിന്റെ ആർത്തിമൂത്ത് വട്ടായൊരു സംഘത്തിന്റെ ദുഷ്ടവികാരങ്ങളാണ്. ഏതോ ഒരു പഞ്ചായത്ത് അധികാരിയുടെ സഹോദരൻ കൊടുത്തൊരു കേസിൽ കേട്ടാൽ പേടിക്കുന്ന, തൊട്ടാൽ പൊള്ളുന്ന ഗുരുതര വകുപ്പുകൾ. ആ യോഗിയുടെ പോലീസ് പോലും ചെയ്യാത്ത ഭോഷ്കാണ് അങ്ങാടിയിൽ തോറ്റത്. ഒരു പാരടിപ്പേടിയിൽ ഇല്ലാത്ത വികാരങ്ങൾക്ക് തീ കൊളുത്തി നാടിനെ കുട്ടിച്ചോറാക്കാൻ പരുവത്തിൽ അധമ പണിയാണ് രാഷ്ട്രീയം മറന്ന അരാഷ്ട്രീയ ഊളപ്പണി. സ്വർണം കെട്ടവനാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ടിലെ വരികൾ ചങ്കത്ത് കയറുന്നെങ്കിൽ അത് പാർട്ടി വികാരത്തിലേറ്റ മുറിവെങ്കിൽ താത്വികം എന്ന ന്യായത്തിൽ ആർക്കും മനസ്സിലാവാത്ത വഴവഴപ്പ ന്യായം പറയാതെ ആ കേസിൽ ഇപ്പോഴും ജയിൽ ചപ്പാത്ത് കഴിക്കുന്ന ജില്ലാ കമ്മിറ്റി അംഗത്തെ പേടിയില്ലാതെ ചവിട്ടി പുറത്താക്ക്. എന്നിട്ട് പ്രതിരോധിക്കുക. വിശ്വാസവും വർഗീയതയും പറയാതെ ഡിഫൻസിൽ രാഷ്ട്രീയം പറ. അതല്ലാതെ ഒരു പാരടിപ്പാട്ടിൽ കേസെടുത്ത് പേടിപ്പിക്കാൻ നോക്കിയാൽ കൂട്ട അറസ്റ്റുകളിൽ ജയിലുകൾ നിറച്ചാൽ അങ്ങ് പേടിച്ച് വാപത്തുമെന്നാണോ മൗഢ്യം? ഈ കേരളം മതഭേദങ്ങളില്ലാതെ രാഷ്ട്രീയം നോക്കാതെ പറയും, എടോ കള്ളപ്പോറ്റി, എടോ വാസു പത്മകുമാറെ, നീയൊക്കെ തൊട്ടത് അയ്യപ്പനെയാണ്, കൈവച്ചത് ആ പ്രതിഷ്ഠാ പരിസരത്താണ്, അള്ളി അകത്താക്കാൻ നോക്കി ഈ നാടിന്റെ വികാരത്തെയാണ്. മാപ്പില്ലാ വഞ്ചനയ്ക്ക് കടക്കടാ പുറത്ത്. സഖാക്കള് സൈബർ ഇടങ്ങളില്, സോഷ്യൽ മീഡിയകളില് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വന്നതിന് ശേഷം സഖാക്കൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോൺഗ്രസേ, നിനക്ക് പാട്ട് എഴുതാനുള്ളതല്ല ശബരിമല ശാസ്താവ് എന്നുള്ളതാണ്. പിന്നെ എന്തിനുള്ളതാണ്? അത് ഞങ്ങൾക്ക് കക്കാനുള്ളതാണ് എന്നാണ്. ശബരിമല ഞങ്ങൾക്ക് കക്കാനുള്ളതാണ്, നിങ്ങൾക്ക് പാട്ടെഴുതാനുള്ളതല്ല എന്നാണ് സഖാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഈ പറയുന്ന ആളുകളുടെ ഇവരുടെ ഒരു ഛേദോ വികാരം നിങ്ങൾ ഒന്നെടുത്ത് പരിശോധിച്ചു നോക്ക്. ശബരിമലയിലെ അയ്യന്റെ പൊന്നുകെട്ടത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുമ്പോൾ ഇവർക്ക് വല്ലാതെ പൊള്ളുന്നു. സഖാക്കളാണ് അയ്യപ്പ എന്ന് കേരളം ഏറ്റുവിളിക്കുമ്പോ ഇവർക്ക് വല്ലാതെ പൊള്ളുന്നു. സഖാക്കളാണ് അയ്യപ്പ എന്ന് കേരളം വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ സഖാക്കൾക്ക് വല്ലാതെ പൊള്ളുന്നു. അപ്പൊ എന്ത് ചെയ്യണം? ആ വരിയാണ് ഇവരെ ഏറ്റവും പൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? അവിടെ ഈ പാട്ടിനെ ഒന്ന് ഇല്ലായ്മ ചെയ്യണം. ഇപ്പൊ കേസൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യുന്നത്? മെറ്റക്കും യൂട്യൂബിനും ഫേസ്ബുക്കിനും ഒക്കെ കത്തയച്ചിരിക്കുന്നു കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥര് ഈ പാട്ട് നീക്കം ചെയ്യണമെന്ന്. അത് പോസ്റ്റ് ചെയ്ത പല അക്കൗണ്ടുകളിൽ നിന്നും ഓട്ടോമാറ്റിക് ആയിട്ട് ഫേസ്ബുക്കും മെറ്റയും യൂട്യൂബും ഒക്കെ അത് പിൻവലിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ ജനം അത് കേൾക്കരുത്. കാരണം എന്താ? അവിടെ പറയുന്നുണ്ട്, അയ്യന്റെ പൊന്നു കെട്ടത് ആരപ്പ എന്ന് ചോദിക്കുമ്പോ അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നു. സഖാക്കൾ കട്ടു എന്ന് കേരളത്തിന്റെ പൊതുജനം കേൾക്കരുത് എന്ന് സഖാക്കൾ വാശി പിടിക്കുകയാണ്. അതിനെന്താണ് ഏറ്റവും വലിയ കാരണം? കാരണം എന്താ? മതവികാരം വിടപ്പെടുത്തി എന്നാ പറയുന്നത്. അമ്മിണിയെ കയറ്റിയപ്പോ, അയ്യപ്പനെ അതിശയിച്ചപ്പോ, മാളികപ്പുറത്തെയും അയ്യപ്പനെയും വേണ്ട വിധം തെറി പറഞ്ഞവനായ എം സ്വരാജ്, അതൊന്നും ഇവർക്ക് എവിടെയും മതവികാരം വിടപ്പെടുത്തുന്നതായിരുന്നില്ല. അന്നൊക്കെ ഇവർ ഭൗതികവാദികളായിരുന്നു, നവോത്ഥാന നായകരായിരുന്നു, അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവർ നവോത്ഥാനം നടത്താൻ ഇറങ്ങി പുറപ്പെടുകയായിരുന്നു. ശബരിമലയെയും സന്നിധാനത്തെയും അവഹേളിച്ചും അധിക്ഷേപിച്ചും കളങ്കപ്പെടുത്തിയും മാലിന്യപ്പെടുത്തിയും ഇവർ ശബരിമലയെ അധിക്ഷേപിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവര് ഇന്ന് പറയാ ശബരിമലയെ കളങ്കപ്പെടുത്തിയെന്ന്, മതവികാരം വ്രണപ്പെടുത്തിയെന്ന്. എന്നിട്ട് വർഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് കേരളത്തെ വിഭജിക്കാൻ നോക്കുകയാണ് സഖാക്കള്.
സംഘപരിവാർ കേന്ദ്രങ്ങൾ പോലും മടിക്കുന്ന അറക്കുന്ന തരത്തിലുള്ള ഏർപ്പാടുകൾ ഈ സഖാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. എന്താ കാരണം? സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാരണം. കട്ടത് സഖാക്കളാണ്, കട്ടത് പോറ്റിയാണ്, കട്ടത് ഇവരുടെ മുൻ MLA പത്മകുമാറാണ്, ഇവരുടെ നേതാവ് വാസുവാണ് കട്ടത്, ഇവരുടെ നേതാവ് മുരാരി ബാബുവാണ് കട്ടത്. അങ്ങനെ കട്ടതൊക്കെ സഖാക്കളാണ്. അയ്യന്റെ പൊന്ന് കക്കാനല്ല കാക്കാൻ എന്ന പേരിൽ ശബരിമലയിൽ കൊണ്ടുപോയി ഇരുത്തി. അല്ലേ? ദേവസ്വം പ്രസിഡന്റ് ആക്കിയത് എന്തിനാ? അയ്യന്റെ പൊന്ന്, അയ്യന്റെ സ്വത്ത്, അയ്യനെ സംരക്ഷിക്കാൻ, ശബരിമലയെ സംരക്ഷിക്കാൻ ദേവസ്വം പ്രസിഡന്റ് ആക്കി. ആ പ്രസിഡന്റുമാര് കട്ടു, സഖാക്കൾ കട്ടു, വാസു കട്ടു, പത്മകുമാർ കട്ടു, മുരാരി ബാബു കട്ടു, ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടു. അല്ലേ? ഈ കട്ട് 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 അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിളിച്ചു പറയുമ്പോ സഖാക്കൾക്ക് വല്ലാതെ പൊള്ളുക. അവിടെ വ്രണപ്പെട്ടത് മതവികാരമല്ല, വ്രണപ്പെട്ടത് ഒരു അയ്യപ്പന്റെയും ഹൃദയമല്ല, മുറിവേറ്റത് ഒരു അയ്യപ്പന്റെയും ശരീരത്തിനോ അല്ലെങ്കിൽ മനസ്സിനോ അല്ല. പിന്നെ വ്രണപ്പെട്ടതും മുറിവേറ്റതും ആർക്കാ? സഖാക്കൾക്കാ. കാരണം എന്താ? സഖാക്കൾ കട്ടു എന്ന് കേരളം ഏറ്റുപാടുകയാ. അല്ലേ? സഖാക്കൾ കട്ടു എന്ന് കേരളത്തിന്റെ ഓരോ ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും ഏറ്റുപാടുകയാ. സഖാക്കള് കട്ടു, സഖാക്കള് കട്ടു, സഖാക്കള് കട്ടു. അയ്യന്റെ പൊന്ന് കെട്ടതാരപ്പ? സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് ആവർത്തിച്ച് കേരളത്തിന്റെ പൊതുസമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുക. AKG സെന്ററിൽ ഇരിക്കുന്നവന്റെ മനസ്സിന് വല്ലാതെ വേദനിച്ചു. കാരണം എന്താ? സഖാക്കളാണ് അയ്യപ്പ, സഖാക്കളാണ് അയ്യപ്പ. അല്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് മുട്ടിലിഴഞ്ഞ് സ്തുതിപാടി അത് മാത്രം കേട്ട് ശീലിച്ച പിണറായി വിജയനും വല്ലാതെ നൊന്തു. വിജയൻ തന്റെ പോലീസുകാരോട് പറഞ്ഞു, കേസെടുക്ക്, FIR ഇട്. എന്നിട്ട് FIR-ൽ ഈ മതങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതി പിടിപ്പിക്കുക, ഈ സാഹോദര്യത്തെ തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതി പിടിപ്പിക്കുക, വർഗീയതക്ക് തീ കൊടുക്കുന്ന രീതിയിലുള്ള വരികൾ എഴുതി പിടിപ്പിക്കുക എന്ന് വിജയൻ തന്റെ പോലീസുകാരോട് പറഞ്ഞു. ആ പോലീസ് എംബോക്കികൾ എഴുതി പിടിപ്പിച്ചു. വർഗീയതക്ക് ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തെ വിഭജിക്കുന്ന രീതിയിലുള്ള വരികൾ FIR എഴുതി പിടിപ്പിച്ചു. എന്നിട്ട് വർഗീയത ഇങ്ങനെ ആളിപ്പടർത്തുവാനുള്ള ശ്രമമാണ് സഖാക്കൾ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് ദേശാഭിമാനി എന്ന് പറയുന്ന മഞ്ഞപ്പത്രം, ആ മഞ്ഞപ്പത്രം ഇന്ന് എഡിറ്റോറിയൽ എഴുതുന്നു. അമ്മിണിമാരൊക്കെ എഴുതിയപ്പോ എഡിറ്റോറിയൽ എഴുതിയില്ല. മാളികപ്പുറത്തെയും ശാസ്താവിലെയും അധിക്ഷേപിച്ചുകൊണ്ട് സ്വരാജ് ഇങ്ങനെ നിറച്ച് വിഷം തുപ്പിയപ്പോ അന്നും എഡിറ്റോറിയൽ എഴുതിയില്ല ഈ പറയുന്ന ദേശാഭിമാനി. പത്മകുമാർ അയ്യന്റെ പൊന്ന് കട്ടുകൊണ്ടുപോയി കടത്തിയിട്ട് വിറ്റി തൊലച്ച് അത് നക്കി അതിന്റെ പങ്ക് ദൈവതുല്യനും കൊണ്ടുപോയി കൊടുത്തപ്പോ അന്നും എഡിറ്റോറിയൽ എഴുതിയില്ല ദേശാഭിമാനി. വാസു അയ്യന്റെ സ്വാരകാപാലക ശില്പങ്ങള്, കട്ടിളപ്പാളികള് കട്ടുമുടിച്ചപ്പോ അന്ന് എഴുതിയില്ല എഡിറ്റോറിയല്. മുരാരി ബാബു കട്ടുകൊണ്ടുപോയി നക്കി തീർത്തപ്പോ അന്നും എഴുതിയില്ല എഡിറ്റോറിയല്. ഇന്ന് പാട്ട് വന്നപ്പോ എഴുതുകയാ. കാരണം എന്താ? പാട്ടിന്റെ വരികളില് ഈ അയ്യന്റെ പൊന്ന് കട്ടത്, ദ്വാരപാലക ശില്പങ്ങൾ കടത്തിക്കൊണ്ടുപോയത്, കട്ടിളപ്പാളി ഇളക്കി കൊണ്ടുപോയി വിറ്റ് നക്കിയത് അത് സഖാക്കളാണ് അയ്യപ്പ എന്ന് ആ പാട്ട് പറയുന്നു. അപ്പൊ എഡിറ്റോറിയൽ എഴുതുക. എന്താ എഡിറ്റോറിയൽ പറയുന്നത്? മതവികാരം വ്രണപ്പെടുത്തിയെന്ന്. അയ്യനെ ചീത്ത വിളിച്ച് നടന്നവര്, അയ്യനെ അധിക്ഷേപിച്ചവര്, അയ്യനെ തെറി വിളിച്ചവര്, മാളികപ്പുറത്ത് അമ്മയെയും അയ്യപ്പനെയും കൂട്ടിച്ചേർത്ത് ഇല്ലാ കഥകൾ, പൈങ്കിളി കഥകൾ പടച്ചു വിട്ടവര്. സ്വരാജ് അതല്ല ചെയ്തത്, ശ്രീമതി അതല്ല ചെയ്തത്, KK ശൈലജ അതല്ല ചെയ്തത്, പിണറായി വിജയൻ അതല്ല ചെയ്തത്. രഹന ഫാത്തിമയെയും ബിന്ദുവിനെയും അമ്മിണിയെയും ഒക്കെ ബീഫും പൊറോട്ടയും വാങ്ങിക്കൊടുത്ത് ഇരുട്ടിന്റെ മറവിൽ സന്നിധാനത്ത് എത്തിച്ച് അയ്യപ്പനെ കളങ്കപ്പെടുത്തിയവര് അതല്ലേ പിണറായി വിജയൻ ചെയ്തത്. ഇതൊന്നും ചെയ്തപ്പോ, അയ്യനെ കളങ്കപ്പെടുത്തിയപ്പോ, അയ്യനെ തെറി വിളിച്ചപ്പോ, അയ്യനെ അധിക്ഷേപിച്ചപ്പോ, മാളികപ്പുറത്തെ അധിക്ഷേപിച്ചപ്പോ, സന്നിധാനത്തെ കളങ്കപ്പെടുത്തിയപ്പോ എഡിറ്റോറിയൽ കണ്ടില്ല. അന്ന് മഞ്ഞപ്പത്രം ഉറങ്ങുകയായിരുന്നു. ഇന്ന് മഞ്ഞപ്പത്രം ആവേശത്തോടെ സടകുടഞ്ഞ് എഴുന്നേറ്റു. കാരണം എന്താ? കേരളത്തിന്റെ ജനം മുഖത്ത് കാർക്കിച്ചു തുപ്പി സഖാക്കളുടെ.
ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോ കടക്കപ്പുറത്ത് എന്ന് കേരളത്തിന്റെ പൊതുസമൂഹം വിജയനോട് പറഞ്ഞു. ഇനി എന്താ അടുത്ത വഴി? അടുത്ത വഴി വർഗീയത കത്തിക്കണം. വർഗീയത കത്തിക്കണം. നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ് CPM. ഇവിടെ സഖാക്കള് നെറികെട്ട രാഷ്ട്രീയം കളിക്കുകയാണ്. കാരണം സഖാക്കൾക്ക് അയ്യനില്ല, അയ്യപ്പനില്ല, ശബരിമലയില്ല, സന്നിധാനമില്ല, ശാസ്താവില്ല, മാളികപ്പുറമില്ല, ഒന്നുമില്ല. ഇത്രയും കാലം ശബരിമലയും അയ്യനെയും ശാസ്താവിനെയും മാളികപ്പുറത്തെയും സന്നിധാനത്തെയും അവഹേളിക്കാനും തെറി വിളിക്കുവാനും നടന്ന് ഇറങ്ങി പുറപ്പെട്ടവര്, അതിന് കച്ചകെട്ടി ഇറങ്ങിയവര്, അമ്മിണിമാരെ സന്നിധാനത്ത് എത്തിച്ചവര് ഇന്ന് മതവികാരത്തെ വ്രണപ്പെടുത്തി എന്ന് പറഞ്ഞ് ഏതോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി എന്ന് പറയുന്ന ഇവരുടെ നേതാവിന്റെ സഹോദരനെ മുന്നിൽ വെച്ചുകൊണ്ട് പരാതി കൊടുപ്പിച്ചപ്പോ വിജയൻ അവിടുന്ന് പറഞ്ഞു ഇന്നാള് പരാതി കൊടുക്കട്ടെ. ആ പരാതി കിട്ടിയപ്പോ വിജയൻ തന്റെ എംബോക്കികളായ പോലീസുകാരോട് പറഞ്ഞു എഴുതടാ FIR എഴുതി. ആരാ പറഞ്ഞു കൊടുത്തത്? കേരളം കണ്ട ഏറ്റവും വലിയ ക്രൂര പീഡനം സ്ത്രീകൾക്കെതിരെ നടത്തിയ P ശശി. ആ പീഡന വീരൻ P ശശി പറഞ്ഞു കൊടുത്തു, വരികൾ എഴുത്. മുസ്ലിമിനെയും ഹിന്ദുവിനെയും ക്രൈസ്തവനെയും തമ്മിലടിപ്പിക്കണം കേരളത്തില്. ഇവിടുത്തെ സാഹോദര്യം തകർക്കണം. എന്നിട്ട് ആ കലക്കവെള്ളത്തിൽ നമുക്ക് മീൻ പിടിക്കണം എന്ന് ശശി പറഞ്ഞു കൊടുത്തു. ശശി പറഞ്ഞത് കൊടുത്തതനുസരിച്ച് ഈ എംബോക്കികളായ പോലീസ് ഏമാമാർ എഴുതി വെച്ചു. അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എത്ര വൃത്തികെട്ട തെമ്മാടിത്തരങ്ങളാണ് സഖാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടി കിട്ടിയിട്ടും ജനം ആവർത്തിച്ച് താക്കീത് നൽകിയിട്ടും പഠിക്കുന്നില്ല ഈ ചെറ്റകള്. അല്ലേ? അതല്ലേ ഈ കേസ് പോലും നമുക്ക് തെളിയിച്ചു കൊണ്ടിരിക്കുന്നത്. 10 വർഷം ഭരിച്ചിട്ട് പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തോൽവി കേരളം 10 വർഷം ഭരിച്ചിട്ട് ഒരു പാട്ടിന്റെ 2 വരികൾ കൊണ്ട് ഈ 10 വർഷത്തെ മറികടക്കാൻ കഴിഞ്ഞു എങ്കിൽ, അങ്ങനെയാണല്ലോ സഖാക്കൾ 10 വർഷത്തെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഭൂലോക തോൽവിയുടെ ഭരണത്തെ മറികടക്കാൻ 2 വരി പാട്ടിനായിട്ടുണ്ടെങ്കിൽ ആ പാട്ടിനെതിരെ കേസെടുത്തത് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഇരട്ടച്ചങ്ങനല്ല, ഓട്ടച്ചങ്ങൻ ഭൂലോക തോൽവിയാണെന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10 വർഷം പിണറായി വിജയൻ പരിശ്രമിച്ചിട്ട് ആ 10 വർഷത്തെ മറികടക്കാൻ 2 വരി പാട്ടിന് കഴിയുന്നു എന്ന് പറയുമ്പോ, അതിനെതിരെ കേസെടുക്കുന്നു എന്ന് പറയുമ്പോ, ആ കേസ് തന്നെ പിണറായി വിജയൻ ഭൂലോക തോൽവിയാണെന്ന് നമുക്ക് മുന്നിൽ തെളിയിച്ചു കൊണ്ടേയിരിക്കുകയല്ലേ. അല്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഈ സഖാക്കൾ ഇപ്പോ തെരഞ്ഞെടുപ്പിൽ ഏറ്റ തോൽവി, അങ്ങാടിയിൽ തോറ്റതിന് ഈ സമൂഹത്തെ തമ്മിലടിപ്പിക്കാൻ, കേരളത്തിന്റെ പൊതുജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തി തമ്മിലടിപ്പിച്ച് ആ കലക്കവെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാനാണ് ഈ പറയുന്ന സഖാക്കൾ, നെറികെട്ട സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കളികള് എന്നുള്ളത് കേരളത്തിന്റെ പൊതുജനം പ്രബുദ്ധരാണ്. അവർ തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.